എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ വിഷമത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തംബ്നെയിലിൽ ഞാനൊരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മലയാളീസിന് ഇപ്പം ബാംഗ്ലൂരിൽ ജീവിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒന്നാമത് വാട്ടർ ക്രൈസിസ് കാരണം ഒരുപാട് പേര് നാട് വിട്ട് പോകുന്നുണ്ട്, ബാംഗ്ലൂർ വിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളികളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്കിതുപോലത്തെ അനുഭവം ഉണ്ട്, ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനാണെങ്കിൽ ചായ കുടിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി 3 പേര് ഒരു സ്കൂട്ടിക്കകത്ത് വന്നു. എന്നിട്ട് സ്കൂട്ടി നിർത്തിയിട്ട് ഇവർ 3 പേരും ചേട്ടനെ പുറകെ ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങി. എന്നിട്ട് പുള്ളിയോട് ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അടി വീണു. മുഖത്തിട്ട് അടിക്കുന്ന കാരണം പുള്ളിക്ക് ഓടാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് എങ്ങനെയോ ഓടി ഒരു 1/2 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും സ്കൂട്ടിയിൽ വന്ന് വട്ടം വെച്ച് വീണ്ടും അടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഡ്രസ്സൊക്കെ വലിച്ചൂരി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും പ്രതികരിച്ചില്ല. പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കല്ലൊക്കെ വെച്ച് തലക്കടിക്കാൻ വന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് ആ ഒരു പോസ്റ്റിൽ. അപ്പോൾ ശരിക്കും ഇത് മലയാളീസ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. പലരും പറയാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഇഷ്യൂസ് ആയാലും എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട്സിനോടും വീട്ടിലും മാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഈ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ. സംഭവം ഇത് മലയാളീസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ട് 2 വർഷമായി. അപ്പം ഞാൻ വന്ന സമയം തൊട്ട് കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്, ഇവിടെ ബാംഗ്ലൂരിൽ മലയാളീസിനെ ആർക്കും ഇഷ്ടമല്ല, മലയാളീസിന് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം കേൾക്കാൻ തുടങ്ങിയാണ്. പക്ഷേ പിന്നെ അത് അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ചേട്ടൻ വെറുതെ അവരെ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഒരു ചായം കുടിച്ചിട്ട് തിരിച്ചു പോകുന്നൊരു ചേട്ടനെ ഇങ്ങനെ കല്ലെടുത്ത് തലക്കടിക്കാൻ വരേണ്ട ഒരാവശ്യവും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേയും കുറച്ച് ഇതുപോലെ ചെറിയ ന്യൂസുകൾ ഇങ്ങനെ ഞാൻ ബാംഗ്ലൂർ മലയാളീസ് പേജിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കേരള വെഹിക്കിൾസ് ടാർഗറ്റ് ചെയ്ത് ഓരോ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത്, അതുപോലെ മലയാളി പിള്ളേരെ നോക്കി അറ്റാക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറേ ഇങ്ങനെ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്നലെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഈ ഒരു സംഭവം കണ്ടത്. പക്ഷേ ഈ ഒരു സംഭവമാണെങ്കിൽ മറ്റുള്ള സംഭവം കണ്ടതിനേക്കാൾ ഇത്തിരിയൂടെ ഭയങ്കര ഹാർഡായിട്ടൊരു എഫക്റ്റ് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ പോകുന്ന മനുഷ്യൻ്റെ തലയ്ക്ക് കല്ലെടുത്ത് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് അടിച്ച് ആ അടി കൊണ്ടിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലൊക്കെ എന്ത് ചെയ്തേനെ. എന്നിട്ട് ആ ചേട്ടൻ രക്ഷപ്പെട്ടത് തന്നെ ഏതോ ഒരു മനുഷ്യനെ അലറിക്കൊണ്ട് ഓടി വന്ന സൗണ്ട് കേട്ടിട്ട് അവർ വണ്ടി എടുത്ത് പോയി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആ ചേട്ടൻ എന്തെങ്കിലും അവർ ചെയ്തേനെ, അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. അതുപോലെ ആണ് ആ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ പോസ്റ്റ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ സ്ക്രീൻഷോട്ട് കാണിക്കുന്നില്ല, അത് ജസ്റ്റ് പോസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 ദിവസം മുന്നേ ആണെങ്കിൽ നമ്മുടെ ഹെന്നൂരിൽ നിന്ന് ഭാരതീയ മോളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി സൈഡിൽ വെച്ചിട്ട് ഞാൻ കരിക്ക് കുടിച്ചുകൊണ്ട് നിന്നതാണ്. അപ്പോൾ കരിക്ക് കുടിച്ച് തീരാറായപ്പോൾ ഉണ്ട് 2 ഓട്ടോയിൽ ഓരോരുത്തർ വെച്ച് വന്നു. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നിർത്തി. എന്നിട്ട് ഇവർ വണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായി, നമ്പർ പ്ലേറ്റൊക്കെ തട്ടി നോക്കുന്നുണ്ടായി. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെന്നപ്പം ഏതാ രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു. ഏത് നാട്ടിലെ രജിസ്ട്രേഷനാണ്? ഞാൻ പറഞ്ഞു കേരള വണ്ടി ഇവിടെ ഓടിക്കണമെങ്കിൽ പോലീസിൻ്റെ പെർമിറ്റ് വാങ്ങണമെന്ന് അറിയത്തില്ല, പെർമിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആദ്യം അടിക്കാനായിട്ട് കൈ പൊക്കി. ഞാനപ്പോഴും കുറച്ചുകൂടി ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ലൈസൻസ് കാണിക്കുക, ടാക്സ് പെർമിറ്റ് കാണിക്കുക, അത് കാണിക്കുക, ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കാൻ. ഞാൻ ഒന്നും കാണിച്ചതൊന്നുമില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയും വണ്ടിയിൽ കയറിയിരുന്നു. എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരനാണെങ്കിൽ വീണ്ടും തല്ലാനൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഊബർ ഓടുമായിരുന്നു. അപ്പോൾ ഊബർ ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഓട്ടോക്കാർ പ്രശ്നം ഉണ്ടാക്കില്ല, അത് ഓക്കെ മനസ്സിലാക്കാം. പക്ഷേ സംഭവം ഇത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാരത്തഹള്ളി എംബസി ടെക് വില്ലേജ്, അതിൻ്റെ തൊട്ടപ്പുറയായിട്ടൊരു ഉള്ളിലോട്ട് കയറിയിട്ടൊരു ടെക് പാർക്കുണ്ട്. കുറച്ചൊന്ന് ഒരു 10-200 മീറ്റർ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബിൽഡിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പോയി കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ മനസ്സിലായെന്നൊന്നും എനിക്കറിയത്തില്ല ഊബറാണെന്നുള്ളത്. അതോ അവർക്ക് മനസ്സിലായതാണോ അതോ കേരള വണ്ടി കണ്ടിട്ടാണോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ പോയി നിന്നപ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ചേച്ചിയായിരുന്നു ട്രിപ്പ് ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ കറക്റ്റ് അവിടെ ചെന്ന് നിന്നു. ആ ചേച്ചി വന്നു, ഞാൻ ഹെൽമെറ്റ് കൊടുത്തു, ചേച്ചി വണ്ടി കയറി. അപ്പോൾ ഈ ചേച്ചി വണ്ടി കയറുന്ന സമയത്താണെങ്കിൽ ഒരു വെള്ള ഷർട്ടിട്ട പുള്ളിക്കാരനും ഒരു ഓട്ടോ യൂണിഫോം ഇട്ട പുള്ളിക്കാരനും ഒരു ഓട്ടോയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് ഫ്രണ്ടിൽ. അത് കറക്റ്റ് ടെക് പാർക്കിൽ ആ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്.
പുള്ളിക്കാരനാണ് എന്നെ കൈ കാണിച്ചിട്ട് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയണ്ടായി. കന്നഡയിലെ ഏത് ഭാഷയാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പുള്ളിക്കാരൻ എന്തോ പറഞ്ഞെന്നുള്ളത്. എന്നിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാനെന്തോ ചെയ്തു, കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് ഇപ്പറേ വശത്തൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു. പുള്ളിക്കാരനാണ് അപ്പറേ വശത്തൂടെ ഓടി വന്നിട്ട് എന്തോ ചെയ്തെന്നറിയോ, നമ്മൾ പണ്ട് കൊറോണ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസുകാർ ലാത്തി അടിക്കില്ലേ, അതുപോലെ ഒരു അടി. ഞാൻ വണ്ടി നല്ല രീതിക്ക് വെട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കടി കൊണ്ടില്ല, പുറകിലിരുന്ന ആ ചേച്ചിയുടെ കൈക്കിട്ട് കൊണ്ടു. അത് നല്ല രീതിക്ക് കൊണ്ടില്ല, ചെറുതായിട്ട് കൊണ്ടുള്ളൂ എന്തായാലും ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആ അടി എൻ്റെ കൈക്കാൻ കൊണ്ടിരുന്നത് ഉറപ്പായിട്ടും വണ്ടിയിൽ നിന്ന് വീണേന്. അതുപോലത്തെ അടിയായിരുന്നു. ആ ചേച്ചിയുടെ കൈയാണെങ്കിൽ ചുമന്നടക്കമുണ്ടായിരുന്നു. ചെറുതായിട്ട് കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ കൈ ചുമന്നിട്ടുണ്ടായിരുന്നു ആ അടി കൊണ്ടിട്ട്. എന്താവശ്യം തന്നെയാണ് ഇവർക്ക് എങ്ങനെ ഊബറാണെന്ന് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇനി ഊബറാണോ അതോ കേരള വണ്ടി കണ്ടിട്ട് അറ്റാക്ക് ചെയ്തതാണോ എന്നും എനിക്കറിയാമല്ല. എന്താവശ്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ മലയാളീസിനെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം എന്തുവാണ് മലയാളികളോട് ഇവർക്ക് ഇത്ര ദേഷ്യം എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യൂസ് കാണും, വണ്ടി മോഷ്ടിച്ചു, വണ്ടി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാണുന്ന വണ്ടികൾ മൊത്തം കേരള രജിസ്ട്രേഷനാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന വണ്ടികൾ മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് കാണാതെ പോകുന്നത്. വേറെ ഒരു വണ്ടി കാണാതെ പോകുന്ന ന്യൂസ് ഞാൻ കാണലില്ല. ഇത് ഇനി എൻ്റെ കണ്ണിൽപ്പെടാത്തതാണോ സംഭവം ഒന്നും അറിയാൻ മേല. അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പം കറൻ്റ്ലി ബാംഗ്ലൂരിൽ ജീവിക്കുന്ന മലയാളീസിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഏകദേശം എല്ലാവർക്കും ഒരു 80% മലയാളീസിനും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ച ആ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ അറിയാം 5 വർഷമായിട്ട് ഇതുപോലെ അനുഭവം ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോ ചേട്ടന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര മലയാളികളോട് ഇത്ര ദേഷ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂരിലാണെങ്കിൽ ഓട്ടോക്കാരാണ് ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാം. കാരണം ഓട്ടോക്കാർ എന്ത് കാണിച്ചാലും, ഇടിച്ചാലും, നമ്മളെ തല്ലിയാലും ഒന്നും ഒരു പോലീസുകാരും ഒരു രാഷ്ട്രീയക്കാരും ഒന്നും ചോദിക്കാൻ വരില്ല, ആൾക്കാർ ഒന്നും ചോദിക്കാൻ വരില്ല. അവരെന്ത് പറയുന്നോ അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമ്മുടെ പുറകെ കൊണ്ടിടിച്ചാലും അപ്പുറത്തൊരു പോലീസുകാരൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റാന്നേ പറയത്തുള്ളൂ. അതുപോലെയാണ് ഇവിടെ ഓട്ടോക്കാരുടെ പവർ. ഞാൻ ഇത് ആരോടും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞിട്ട് പുറത്ത് ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിഷയമാകുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാനും പറയാതിരുന്നത്. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ചേട്ടൻ്റെ കാര്യം എല്ലാവരും ബാംഗ്ലൂരിലുള്ള എല്ലാവരും അറിയണമല്ലോ, എല്ലാവരും സേഫ്റ്റി ആയിട്ട് നടക്കണമല്ലോ എന്നൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും വീഡിയോ ആയിട്ട് ചെയ്യാം, എൻ്റെ അനുഭവം പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിച്ചും കണ്ട് നടക്കുക. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒട്ടും സേഫ്റ്റി ഇല്ല. ബാംഗ്ലൂരിൽ മലയാളീസിന് ഒട്ടും സേഫ്റ്റി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ട് നടക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.